ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ്. ഞാൻ ഓണത്തിനും ദീപാവലിക്കുമൊക്കെ സ്പെഷ്യൽ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണത്തിന് എല്ലാ റെസിപ്പീസും അപ്ലോഡ് ചെയ്തിരുന്നു, ദീപാവലിക്കും ചെയ്തിരുന്നു. അതുപോലെ ഇനി ക്രിസ്മസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിലെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ വൈനിന് ഒരു പ്രധാന പങ്കുണ്ട്. അപ്പോൾ നമുക്ക് ഈ എളുപ്പത്തിലുള്ള ഒരു വൈനാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലവ് കുറഞ്ഞതും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു വൈൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനോടെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പ്രധാനമായ വൈൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വൈനാണ്. അത് നമ്മുടെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ചെയ്യുന്നത്. പാളയത്തോളം പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ പഞ്ചസാര, ഈസ്റ്റ്, ഇത് ഓപ്ഷണലാണ്. മുളക് ഇത് ഓപ്ഷണലാണ്. പിന്നെ വെള്ളം. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വൈൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിന് നല്ല പഴുത്ത പാളയത്തോളം പഴമാണ് വേണ്ടത്. അപ്പോൾ അതിങ്ങനെ ഒന്ന് നടുകെ മുറിച്ചതിന് ശേഷം ചെറുതായി മുറിച്ചെടുക്കാം. ഫോർക്ക് വെച്ച് മാഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ എളുപ്പത്തിന് ഇതിങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ പഴം നല്ല പഴുത്ത പഴമായിരിക്കണം. ആ പച്ച ടേസ്റ്റ് പഴത്തിന് വരാൻ പാടില്ല. പിന്നെ നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ എടുക്കുന്ന പാത്രം എല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം. അതുപോലെ ഭരണിയിലാണ് ഇത് ചെയ്യേണ്ടത്. ഭരണി ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് പാത്രങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഞാനിവിടെ എടുത്തത്. നമ്മുടെ ഭരണി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഒട്ടും ഈർപ്പമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഭരണിയാണ് വേണ്ടത്. ഇപ്പോൾ എൻ്റെ കൈവശം ഈ ചില്ല് പാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിതെടുത്തു. ഇത് നമുക്ക് എടുക്കാം, പക്ഷേ സ്റ്റീല്, പ്ലാസ്റ്റിക് അങ്ങനെയുള്ളതൊന്നും ഇതിന് എടുക്കാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. പഞ്ചസാര ഇവിടെ ഒരു 1 kg പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് കുറേ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് പഴം കുറച്ചിട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. വീണ്ടും പഴം ഇട്ട് കൊടുക്കാം. വീണ്ടും പഞ്ചസാര. പിന്നെ മാറി മാറി നമുക്കിത് മുഴുവനും പഞ്ചസാര അവസാനം നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം. ഒരു കപ്പ്, ഏകദേശം ഒരു കപ്പ് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഈ 1 kg കുറച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ്. എന്നിട്ട് 2 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാളയത്തോളം പഴം അരിഞ്ഞതും പഞ്ചസാരയും 1 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്.
അത് കുറച്ച് പഞ്ചസാര മാറ്റി വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ ലെയറായി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 2 വറ്റൽമുളക്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ പഴവും പഞ്ചസാരയും, ഇപ്പോൾ 1 കിലോ പഞ്ചസാര, ഇവിടെ ഒരു 12 പഴമാണ്, നല്ല പഴുത്ത 12 പഴമാണ് ഞാൻ എടുത്തത്. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ ഒരു 2 വറ്റൽമുളക്, പിന്നെ 1 ലിറ്റർ വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം, ഇതെല്ലാം ചേർത്ത് കൊടുത്തു. ഇതിന് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത്, നമ്മൾ മരത്തവിയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിന് നമ്മൾ ബോട്ടിലും ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിൽ ഭരണി എടുക്കാം. അതുപോലെ ഇത് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന തവി മരത്തിൻ്റെ തവിയായിരിക്കണം. അപ്പോൾ അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്ക് വളരെ ടൈറ്റായിട്ടല്ലാതെ നല്ല ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു തുണി പുറത്ത് ഒരു തുണി കൂടെ വെച്ച് കെട്ടി അതിനെ ഭദ്രമായി ഒട്ടും സൂര്യപ്രകാശം അടിക്കാത്ത ഒരു സ്ഥലത്ത് നമുക്കിത് വയ്ക്കാം. അതുപോലെ ഞാനൊരു 2 ലെയർ തുണി ഇട്ട് കൊടുത്തു. നല്ലപോലെ ഒന്ന് കെട്ടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വൈനിൻ്റെ ബോട്ടിൽ ലാസ്റ്റ് ഡേ ആയിട്ടുണ്ട്. എല്ലാ ദിവസവും ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിൽ ഒരു വൈറ്റ് തുണി വിരിച്ചിട്ടുണ്ട്. ഇനി ഇതിലൂടെ നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. ആദ്യം നമുക്കിത് ഡിസ്റ്റർബ് ചെയ്യാതെ പുറത്തുനിന്ന് കോരി മാറ്റാം. മുഴുവൻ പോലെ നമുക്കൊന്ന് കോരി മാറ്റാം. നമുക്കിത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അതുപോലെ തുണി ഒന്ന് പിടിച്ചതിന് ശേഷം പിന്നെ 1-2 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കണം. നല്ലപോലെ പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുഴുവനും നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇപ്പം നമ്മൾ ഒരു കാരമൽ സിറപ്പ് ഉണ്ടാക്കണം. വൈനിൻ്റെ അവസാനത്തെ ജോലിയാണ് ഈ കാരമൽ സിറപ്പ് കൂടെ ചേർക്കുന്നത്. അന്ന് നമ്മൾ 1 kg പഞ്ചസാരയിൽ ബാക്കി വെച്ചിരുന്ന പഞ്ചസാരയാണിത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കാരമൽ സിറപ്പ് ഉണ്ടാക്കി ആ വൈനിൽ കൂടെ ചേർക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരടുപ്പിൽ ഈ പഞ്ചസാരയും വെച്ചിട്ട് മറ്റേ അടുപ്പിൽ നമുക്ക് 1 കപ്പ് വെള്ളവും തിളപ്പിക്കാൻ വെക്കണം. ഇത് തിളച്ച വെള്ളമാണ് നമ്മളിതിൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒരുപാട് കരിഞ്ഞു പോകരുത്. തീയൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് കരിയാതെ നോക്കണം. നമുക്ക് ഈ റെഡിയായ ഈ കാരമൽ സിറപ്പിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. കുറച്ച് ശ്രദ്ധിച്ച് തീ ഒന്ന് കുറച്ചിട്ട് നമുക്കൊന്ന് മാറി നിന്ന് ഒഴിക്കണം. ഇനി നമ്മുടെ കാരമൽ സിറപ്പ് നമുക്ക് ഇതിലൊഴിച്ച് കൊടുക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം ഒഴിച്ച് കൊടുക്കാം.
ഇനി ഇതിനെ ഒന്നുകൂടെ ഒന്ന് നമുക്ക് ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ വേണമെങ്കിൽ നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം.